എക്സ്പ്ലോറിംഗ് ന്യൂ പ്ലേസസ്, മേക്കിംഗ് ന്യൂ മെമ്മറീസ്. യെസ്, ഏറ്റവും മനോഹരമായൊരു പുതുവർഷം ഒരു യാത്രയോട് കൂടിയാണ് തുടങ്ങുന്നത്. ശീതീകരിച്ച മുറികൾക്ക് ഇന്ന് വിശ്രമം കൊടുത്തുകൊണ്ട് മൈൻഡ് ആൻഡ് ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആക്കാൻ വേണ്ടി ഒരു ക്രൂയിസ് ട്രിപ്പാണ് ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പുതുവർഷവും പ്രതീക്ഷകളാൽ സമ്പുഷ്ടമാണല്ലേ? ആ പ്രതീക്ഷകൾക്ക് തിരികൊളുത്തുന്നത് ഒരു സന്തോഷമാണെങ്കിൽ അത് അത്രമേൽ മനോഹരമാകും. അങ്ങനെ മെട്രോയും ട്രാമും എല്ലാം യാത്ര ചെയ്ത് ഒടുക്കം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേർന്നു. യെസ്, മറീന. അതാണ് നമ്മളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സമയം വൈകിട്ട് 4 മണിയായിരുന്നു. കൃത്യം 4 മണിക്ക് തന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേർന്നു. ജോലി സ്ഥലത്തു നിന്നുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 8 പേരായിരുന്നു ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടനാട്ടിലെ ഹൗസ് ബോട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പായിരുന്നത്. മുറികളും അതുപോലെ തന്നെ വാഷ്റൂമും അപ്പർ ഡെക്കൊക്കെ ആയിട്ട് അടിപൊളി ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മറീനയിലുള്ള ഈ ഒരു ക്രൂയിസ് ട്രിപ്പ്. നാട്ടിലെ സാധാ വെള്ളത്തിലും ബോട്ടിലും ഒക്കെ കുറേ പോയിട്ടുണ്ടെങ്കിലും ദുബായിലെ വാട്ടർ ആൻഡ് ക്രൂയിസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ആൻഡ് ദിസ് ഇസ് ഡോക്ടർ അർച്ചന രാമചന്ദ്രൻ, മെഡിക്കൽ ഡയറക്ടർ ഓഫ് പ്രകൃതി ആയുർവേദം. ഡോക്ടർ മുഖത്ത് നിന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ട്രെയിനിലും ബസ്സിലും ഫ്ലൈറ്റിലൊക്കെ സൈഡ് സീറ്റിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് ബോട്ടിലെ അപ്പർ ഡെക്കിൽ കയറി കഴിഞ്ഞാലും കിട്ടുക. മനോഹരമായിട്ടുള്ള ചുറ്റുമുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിനൊപ്പം സഞ്ചരിക്കുന്ന മറ്റ് ബോട്ടുകൾ, അതിലെ യാത്രക്കാർ, അവരുടെ സന്തോഷ പ്രകടനങ്ങൾ, ഇതെല്ലാം നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു അടിപൊളി നമുക്ക് വ്യൂ നമുക്ക് കിട്ടുകയുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ നിന്ന് നമുക്ക് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കൂടുതലും കുറവും അനുസരിച്ച് വലുതും ചെറുതും കൂടാതെ ഒരുപാട് ഫെസിലിറ്റികളുമായിട്ടുള്ള കിടിലൻ ബോട്ടുകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് നമ്മുടെ തന്നെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് കിടിലനായിട്ടുള്ള വ്യൂസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം തന്നെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ട്രിപ്പല്ല. നമ്മളുടെ ക്ലിനിക്ക് 1 lakh ബിസിനസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞുള്ളൊരു ട്രീറ്റ് ആയിരുന്നത്. സോ നമ്മൾ ആ ഒരു 1 lakh ബിസിനസ് നമ്മൾ ചെയ്തു. അതിനുള്ള ഒരു ട്രീറ്റായിട്ട് നമ്മുടെ ക്ലിനിക്ക് നമുക്ക് തന്നിട്ടുള്ള ഒരു നൈസായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. സൺസെറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ കണ്ടതല്ല സൺസെറ്റ് വ്യൂ എന്ന് നമുക്ക് തോന്നിപ്പോകും, അത്രയും കിടിലനായിരുന്നു. അതുപോലെ തന്നെ ഇതുവരെ കണ്ട ദുബായ് അല്ല ദുബായ് എന്ന് നമുക്ക് ഈ മറീനയിൽ വന്നപ്പോൾ നമുക്ക് തോന്നിപ്പോകും, അത്രയും കിടിലനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. I would like to take this opportunity to thank you, Prakriti, for providing such a great travel experience.